അവിടെ ഉപതെരഞ്ഞെടുപ്പ് രാജിവെച്ചാൽ സ്വാഭാവികമായിട്ട് ഉപതെരഞ്ഞെടുപ്പ് വരും. അൻവറിൻ്റെ രാജി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഒരു വിധത്തിലുള്ള ചലനവും നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമായിട്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അൻവർ ഉപതെരഞ്ഞെടുപ്പിന് മത്സരം അങ്ങനെ പുറത്തു നിൽക്കുന്ന അൻവർ യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ അത് തീർച്ചയായും ഇടതുപക്ഷത്തിന് അവിടെ ഒരു തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയില്ലേ? അൻവർ പിന്നെ വലതുപക്ഷവുമായിട്ട് യു ഡി എഫുമായിട്ട് ചേർന്നിട്ട് തന്നെ മുന്നോട്ട് പോകാനാണല്ലോ നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണല്ലോ നടത്തിയിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ചലനവും അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കേരളം തെളിയിച്ചിട്ടുള്ളതാണ്, നിലമ്പൂർ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുണ്ടാകും. യോഗങ്ങൾ നടത്തിയല്ലോ, ഒരാളെപ്പോലും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അൻവറിന് സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വ്യക്തമാണല്ലോ എത്ര കണ്ട് ജനപിന്തുണയുണ്ട് എന്നുള്ളത്. അൻവറിന്റെ രാജിയും ഇപ്പോഴത്തെ നീക്കങ്ങളും ഇടതുപക്ഷത്തിന് മലപ്പുറം ജില്ലയിൽ ഒരു തരത്തിലും തിരിച്ചടിയാവില്ല. ഒരു തരത്തിലുള്ള തിരിച്ചടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിയിക്കപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമേ അല്ല. ആ സമയത്ത് അതുമായി എപ്പോഴും സജ്ജമാണ്, എപ്പോഴും സജ്ജം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.